എറണാകുളം മൂവാറ്റുപുഴയിലെ ജോസഫിന്റെയും ഖത്തർകുട്ടിയുടെയും ദാമ്പത്യ ജീവിതത്തിന് അരനൂറ്റാണ്ടത്തെ ഇണക്കത്തിന്റെയും പിണക്കത്തിന്റെയും കഥ പറയാനുണ്ട്. വാർദ്ധക്യകാലത്തും ഭാര്യയെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ജോസഫ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് 85-കാരിയായ ഖത്തർകുട്ടി കിടപ്പ് രോഗിയായി. അതോടെ ആ അമ്മ എല്ലാവർക്കും ഒരു ബാധ്യതയായി. കഴിഞ്ഞ രാത്രി ഖത്തർകുട്ടിയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് നാട്ടുകാർ ഞെട്ടലോടെ കേട്ടത്. ഒരു നിമിഷത്തിൽ തോന്നിയ അവിവേകം വാർദ്ധക്യകാലത്ത് 88-കാരനായ ജോസഫിനെ അഴിക്കുള്ളിലാക്കി. വലിയൊരു ദുരന്തം സംഭവിച്ചതിന്റെ ഞെട്ടലിലാണ് മക്കളും ബന്ധുക്കളും. വെള്ളിയാഴ്ച രാത്രിയാണ് ദാരുണമായ കൊലപാതകം നടന്നത്. വീഴ്ചയിൽ ഇടുപ്പെല്ലിന് പരിക്കേറ്റ് 6 മാസമായി കിടപ്പിലായ 85 വയസ്സുകാരിയായ കത്രിക്കുട്ടിയെ 88 വയസ്സുകാരനായ ഭർത്താവ് ജോസഫും മക്കളും ചേർന്നാണ് പരിചരിച്ചിരുന്നത്. ഇന്നലെ രാത്രി മകൾ അമ്മയുടെ മുറിയിലെത്തിയപ്പോഴാണ് കഴുത്ത് മുറിഞ്ഞ് രക്തം വാർന്ന നിലയിൽ കത്രിക്കുട്ടിയെ കണ്ടെത്തിയത്. മക്കൾ ബഹളം വച്ചതിനെ തുടർന്ന് പ്രദേശവാസികളെത്തി ഉടൻ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കിടപ്പ് രോഗിയായ ഭാര്യയുടെ അവസ്ഥ സഹിക്കാൻ കഴിയാതെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ജോസഫ് പോലീസിന് നൽകിയ മൊഴി. കത്രിക്കുട്ടിയുടെ മൃതദേഹം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മൂവാറ്റുപുഴ ഡിവൈഎസ്പി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഫോറൻസിക് വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കൊച്ചി.